280 അടി നീളത്തിൽ കൂറ്റൻ ഫ്ലക്സ് സ്ഥാപിച്ച് ഇതിന് മുകളിൽ വെക്കടാവുന്ന എന്ന് വെല്ലുവിളിക്കുകയാണ് കണ്ണൂർ കക്കാട്ടെ അർജന്റീന ആരാധകർ. 281 അടി നീളത്തിൽ സ്ഥാപിച്ച ബോർഡിൽ അർജന്റീനയുടെ ലോകകപ്പ് നേട്ടത്തിന്റെ ചരിത്രവും കാണാം. ഖത്തറിനായി കളിക്കുന്ന കണ്ണൂർ സ്വദേശി തഹസീനെയും ഫ്ലക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കണ്ണൂരിൽ നിന്നും നിഖിൽ അളവൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ചെറിയ ചെറിയ ഫ്ലെക്സ് ബോർഡുകളും കട്ടൗട്ടുകളും ഒക്കെ വെക്കുന്നവർ എമ്പാടും കാണും. പക്ഷേ ഇങ്ങനെ പടുകൂറ്റനൊരു ബോർഡ് വെക്കണമെങ്കിൽ അതിന് കക്കാടെ അർജന്റീന ഫാൻസ് തന്നെ വേണം. കാണാം കണ്ണൂർ കക്കാട് ഒരുക്കിയ കൂറ്റൻ അർജന്റീന ഫ്ലെക്സിന്റെ വിശേഷങ്ങൾ. നമുക്ക് സ്വന്തമായൊരു ലോകകപ്പ് ഫുട്ബോളിന്റെ ടീമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. നമ്മുടെ നാട്ടുകാരനായ ഒരു താരമുണ്ടോ എന്ന് ചോദിച്ചാലും ഇല്ല. പക്ഷേ അങ്ങനെയൊക്കെ ഉള്ള രാജ്യങ്ങളെക്കാളും കൂടുതൽ ആവേശം ഈ ലോകകപ്പ് ഫുട്ബോൾ കാലത്ത് കാണാനാവുക നമ്മുടെ രാജ്യത്താണ്, നമ്മുടെ നാട്ടിലാണ് എന്നുള്ളതാണ്. അങ്ങനെയാണ് നമ്മൾ നേരത്തെ കണ്ട ആ അർജന്റീനയുടെ പടുകൂറ്റൻ ബോർഡ് ഉയർന്നത്. 280 അടിയിലേറെ നീളമുണ്ട് അതിന്. അതൊരുക്കിയ കണ്ണൂർ കക്കാട്ടെ അർജന്റീന ഫാൻസാണ് നമുക്കൊപ്പം ഉള്ളത്. ഒരു വലിയ അത്ഭുതം സൃഷ്ടിച്ചു വെച്ചവരാണ്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം ഒന്ന് പരിചയപ്പെടുന്നു, പെട്ടെന്ന് പേര് പറഞ്ഞു പോയിക്കോ. റാഷിദ്, ഇല്യാസ്, നസീം, യസീഖ്, അസീബ്, റഫ്നീർ. ഇതിപ്പോൾ ആദ്യമല്ല നിങ്ങളെന്നറിയാം, എങ്കിലും എന്താണ് ഇത്തവണ ഇങ്ങനെ ഈ ഒരു വലിയ ഒരു മത്സര ബുദ്ധിയോടുകൂടി ഒരു ബോർഡ് വെക്കാനുള്ളൊരു കാരണം എന്തായിരുന്നു? എന്ന് പറഞ്ഞാൽ മത്സരബുദ്ധി ഇവരെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം വലിയൊരു ബോർഡ് വെച്ചത് അറിയുമല്ലോ. ഇവർ പൊതുവേ ഫുട്ബോളിന് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള നാട്ടുകാരുമാണ് മൊത്തം. നമ്മളിവിടെ കോച്ചിങ് ക്യാമ്പെല്ലാം നടത്തിയാലോ അതിന് ഭയങ്കര സപ്പോർട്ടും അല്ലോ. ഞാനൊരു ഇറ്റലി സപ്പോർട്ടാരനാണ്. ഇറ്റലി ഇല്ല, പക്ഷേ 4 വേൾഡ് കപ്പ് ഇവരോട് നമ്മൾ പറയും ഇറ്റലി ഉറങ്ങിക്കിടക്കുന്നത്. 4 വേൾഡ് കപ്പ് നിങ്ങൾ അർജന്റീനക്കാർ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഉണർത്തിക്കും, നമ്മൾ അന്നേരം വേൾഡ് കപ്പ് കളിക്കും. പക്ഷെ ഇവർ ഭയങ്കര ആവേശമാണ്. ഇവിടെ അതേപോലെ തന്നെ ബ്രസീലിൻ്റെയും ചെറിയൊരു ബോർഡുണ്ട്. പക്ഷേ ഇവരെ വെല്ലുന്ന ബോർഡ് വെക്കാൻ ബ്രസീലുകാർക്കും മറ്റേ പോർച്ചുഗലിനും ഒരു ടീമിനും കഴിയുന്നില്ല. അല്ല, ഇതൊക്കെ കണ്ടിപ്പോൾ ഇനി ബ്രസീലിൻ്റെയോ അല്ലെങ്കിൽ പോർച്ചുഗലിൻ്റെയോ ഒക്കെ ഒരു ആരാധകർ അങ്ങനെ വരികയാണെങ്കിൽ എന്താ ഇപ്പോൾ നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? ഒരിക്കലും വരൂല. കേരളത്തിലെ വലുത് നമ്മൾ പറയുന്നില്ല, പക്ഷെ കണ്ണൂരിലെ വലുത് നമുക്ക് പറയാം. തീർച്ചയായും ഇതിനെ കവിച്ചു വെക്കാൻ കണ്ണൂരുകാർക്ക് നടക്കൂല. അങ്ങനെ വരുന്നുണ്ട്. ഇതിനെക്കാട്ടി വലുത് നമ്മൾ വെക്കും. നമ്മൾ വിട്ടുകൊടുക്കാൻ വിട്ടുകൊടുക്കൂല. ഈ അർജന്റീനയുടെ കളിയെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ കഴിഞ്ഞ തവണ ഒരുപാട് കാത്തിരുന്ന് അതിനു മുന്നേ ഒരുപാട് പരിഹാസങ്ങളൊക്കെ കഴിച്ച് അങ്ങനെയൊക്കെയാണ് കപ്പിലേക്ക് എത്തുന്നത്. അപ്പോൾ അതിനൊക്കെ എങ്ങനെയാണ് കാണുന്നത്? ഇവർ ഫസ്റ്റ് കഴിഞ്ഞ കൊല്ലം സൗദിനോട് തോറ്റേരോ ഈ കട്ടൗട്ട് വെച്ചതിൽ ഭയങ്കര നിരാശയുണ്ടായി. പക്ഷെ ഇവർ പിടിച്ചു നിന്ന്. പക്ഷെ അതേപോലെ തന്നെ പിന്നെ അർജന്റീനയുടെ ചരിത്രവും അങ്ങനെയാണ്. ഫസ്റ്റ് നൈജീരിയനെ തോപ്പിച്ചിട്ടാണ്, നൈജീരിയ തോപ്പിച്ചതിന് ശേഷമാണ് കപ്പടിക്കുന്നത്. അതേ ചരിത്രം ആവർത്തിക്കുമെന്ന് അന്നേരം തന്നെ ഇവർ പറയുകയും ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവരെ ആഗ്രഹങ്ങൾ അവിടെ നടന്ന്. എത്രത്തോളം അധ്വാനം നിങ്ങൾ ഇതിനു വേണ്ടി ചെയ്തിട്ടുണ്ടാവുന്നവർ എങ്ങനെയായിരുന്നു ആ കാര്യങ്ങളൊക്കെ? നിങ്ങൾ ചില വീഡിയോസൊക്കെ നമ്മളിപ്പോൾ കാണിച്ചതിൽ തന്നെ ആ മഴയത്ത് ഇതിൻ്റെ ബോർഡ് എടുത്ത് കൊണ്ടുവരുന്നു, അങ്ങനെ ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട്. കുറെ ആൾക്കാരുണ്ട് പണി വരെ പെൻഡിങ് വെച്ചിട്ടാണ് നമ്മ ഇത് മൊത്തം ചെയ്തിന്. അത് ആത്മാർത്ഥത കണ്ടിട്ട് ഞാൻ ഫ്ലെക്സിൻ്റെ ഈ ഗമ്മ് സപ്ലൈ ചെയ്യുന്നതാണ് ഹോൾസെയിൽ. എൻ്റെ വക ഫ്രീ ആയിട്ട് കൊടുത്ത്. ഞാൻ എൻ്റെ എതിരാളികളാണെങ്കിലും ആത്മാർത്ഥത കണ്ടിട്ട് ഞാൻ ഫ്രീ ആയിട്ട് കൊടുത്തു. ഇനിയിപ്പോൾ നിങ്ങൾ ബോർഡൊക്കെ വെച്ചു, ഈ ഒരു ആവേശമൊക്കെ ഉണ്ട്. ഇനി കളി കാണുന്നതിൻ്റെ ഒരുക്കങ്ങളൊക്കെ എങ്ങനെയാണ്? കൂടിയിരുന്ന് കാണാനാണോ എങ്ങനെയാണ്? നമ്മൾ അതിനെ പറ്റിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു ഇവിടെ മഴയായിട്ട് വള്ളം കയറുമോ എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ട്. അല്ലെങ്കിൽ ഇവിടെ തന്നെ സെറ്റ് ആക്കേണ്ട പരിപാടിയാണ്. അവർ അർജന്റീനയ്ക്ക് വേണ്ടിയാണ് ബോർഡ് ഉയർത്തിയത്, അർജന്റീനയ്ക്ക് വേണ്ടിയാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. പക്ഷേ സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറയുന്ന സാധനം കൈവിടുന്നുമില്ല. ഏതായാലും ഇതൊക്കെ കണ്ടപ്പോൾ ഒരു ജർമ്മനി ഫാനായ ഞാൻ പോലും ഈ അർജന്റീനക്കാരെ സപ്പോർട്ട് ചെയ്യാൻ മനസ്സ് അങ്ങനെ വരുന്നു എന്നുള്ളതാണ്. കണ്ണൂരിൽ നിന്നും നിഖിൽ അളവൂർ, ന്യൂസ് മലയാളം.